അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് ഗൈസ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണല്ലോ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ? ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ വീഡിയോ എന്ന് പറയുമ്പം ഇന്ന് എൻ്റെ വീടിൻ്റെ ഒരു ഹോം ടൂർ കാണിക്കാമെന്ന് പറഞ്ഞാണ് രാവിലെ എല്ലാം ഒരുക്കം. അപ്പം മോള് പോയി, ഇന്നലെ പറഞ്ഞല്ലോ, മോള് പോയി സേഫായിട്ടങ്ങ് എത്തി. അപ്പോൾ അവളെല്ലാം ഹോം ടൂറൊക്കെ എടുക്കാനുള്ള പ്ലാനിങ്ങിലായിരുന്നു. ഇവിടെ ഞാനവളും കൂടെ പ്ലാനിട്ടിരുന്നു. അപ്പോൾ അതൊന്നും നടന്നില്ല. ഹോസ്പിറ്റലായി പോയതുകൊണ്ട് അതൊന്നും നടന്നില്ല. ഇന്നിപ്പോൾ ഞാൻ സ്വന്തമായിട്ട് എടുത്തതാണ്. പിന്നെ മുറ്റം മൊത്തവും കാടായി. ഇപ്പോൾ മഴയ്ക്ക് ഒരു ആഴ്ച മുമ്പ് ആളിനെ വിളിച്ച് വൃത്തിയാക്കിയതായിരുന്നു. മൊത്തവും കാടായതുകൊണ്ട് ഞാൻ ബാക്ക് സൈഡൊന്നും കാണിക്കുന്നില്ല. ഇപ്പം മുകളിലത്തെ ചേച്ചി വന്ന് വൃത്തിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും ഇന്ന് എൻ്റെ വീട് ഞാൻ കാണിക്കാനായിട്ടുള്ള ഒരു കൂറ. അപ്പം നമുക്ക് കണ്ടാലോ? അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. പിന്നെ അവിടെ ഇരിക്കുന്ന സിറ്റൗട്ടിൽ ഇരിക്കുന്ന കോഴിയുടെ തീറ്റയും ആട്ടോയിൽ കൊണ്ടുവന്ന് അവിടെ എടുത്തങ്ങ് വെക്കും. അവിടെ നിന്ന് കൊണ്ടിട്ട് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ പിന്നെ ബാക്ക് സൈഡിൽ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ട്. അതുകൊണ്ട് അവിടെ തന്നെ അങ്ങ് വെച്ചേക്കാണ്. ഇത് എൻ്റെ വീടിൻ്റെ സിറ്റൗട്ടാണ്. സിറ്റൗട്ട്. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് കയറുന്നത് ഹാള്. അകത്തോട്ട് പോവാം. ഇനി നമുക്ക് നമസ്കാര മുറി കാണാം. എൻ്റെ നമസ്കാര മുറി ഞാൻ വീട്ടിൽ നിന്ന് ഒരുങ്ങിയപ്പോഴേ ഞാൻ ആവശ്യപ്പെട്ടത്, എനിക്കത് നമസ്കാര മുറി എനിക്ക് വേണം, വെച്ച് തരണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടായിരുന്നു എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത്. അങ്ങനെ എനിക്ക് നമസ്കാര മുറി ഒരെണ്ണം എനിക്ക് ഇവിടെ ഈ മുറിയിൽ ഒരു 10-12 പേർക്ക് നല്ലതുപോലെ നമസ്കരിക്കാനുള്ള സൗകര്യമുണ്ട്. ചെറിയ കണക്കല്ല വെച്ചത്, നല്ല ഇത്തിരി വലുപ്പത്തിനാണ് വെച്ചത്. പിന്നെ ഇനി അടുത്തത് നമുക്ക് ദത്തം കിടക്കുന്ന കാണിച്ചു തരാം. ദത്തം ഭയങ്കര ഉറക്കം, അതിൻ്റെ സെറ്റിയിൽ കിടന്ന് നല്ല ഉറക്കത്തിലാണ്. അവ ഇതൊന്നും അറിയുന്നില്ല. ഇതൊന്നും അവ അറിയാതെ അങ്ങനെ കിടക്കുകയാണ്. അവൻ്റെ കിടത്ത കണ്ട കിടക്കുന്ന കൊച്ചു പിള്ളേർ കിടക്കുന്നത് പോലെയാണ് അവൻ കിടന്നുറങ്ങുന്നത്. എല്ലാം അറിയുന്നുണ്ടോ നോക്കണേ. ഇനി നമുക്ക് പാത്തുവിൻ്റെ മുറിയാണ്. പാത്തു എന്ന് പറയാല്ല, എൻ്റെ മോളെ മുറിയാണ്. ഇത് ഹാളാണ്. ഇത് ആണ് പാത്തുവിൻ്റെ മുറി. അവളുടെ മുറിയാണ്. പിന്നെ മുകളിലോട്ടൊന്നും പോയില്ല, ഏറ്റവും ടോപ്പിലൊന്നും പോയില്ല. വയ്യാത്തതുകൊണ്ട് മുകളിലോട്ടൊന്നും കയറിയതൊന്നുമില്ല. ഒരു പരുവത്തിന് ചെറിയ രീതിക്കാണ് ഞാൻ വീഡിയോ പിടിച്ചത്. അവളുള്ളപ്പോൾ പിടിക്കാനായിരുന്നു നമ്മൾ തീരുമാനിച്ചിരുന്ന. പക്ഷെ ഒന്നും നടന്നില്ല. നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കൂലല്ലോ. നമ്മൾ ഒരു കാര്യങ്ങളും പ്രതീക്ഷിക്കുന്നതൊന്നും നമ്മൾക്ക് പെട്ടെന്ന് നടക്കൂല. നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറമായിരിക്കും ഓരോ കാര്യങ്ങൾ നമ്മളെ തേടി വരുന്നത്. പിന്നെ നല്ലതുപോലെ പോയി കിടന്ന ഞാനാണ് എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ വന്നത്. അതുകൊണ്ട് നമ്മളൊരു കാര്യവും നമ്മൾ മുൻകൂട്ടി കണക്കാക്കുകയോ ചെയ്തത് ഒരു കാര്യവും നമുക്ക് നടക്കത്തില്ല.
ഇനി നമുക്ക് മുകളിലോട്ട് പോകാം. സ്റ്റെപ്പ് കയറി മുകളിലോട്ട് പോകാം. ഇതെല്ലാം മോൾ തൂത്ത് തുടച്ച് എല്ലാം ഇട്ടിട്ടൊക്കെയാണ് പോയത്. അവൾ വന്ന് എൻ്റെ 3-4 ദിവസം കഴിഞ്ഞപ്പോൾ എല്ലായിടവും തൂത്ത് തുടച്ച് വൃത്തിയാക്കിയൊക്കെ ഇട്ടായിരുന്നു. ഇന്നലെ പോകാൻ നേരത്തും മെനിയാന്നും ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ടും എല്ലായിടവും തുടച്ച് വൃത്തിയാക്കിയൊക്കെ ഇട്ടിട്ടാണ് പോയത്. ഇത് മുകളിലത്തെ ഹാളിൽ കർട്ടനൊക്കെ ഇപ്പോൾ ഇട്ടതാണ്. ഇപ്പോൾ ഒരു 2 മാസമേ ആകത്തുള്ളൂ കർട്ടനൊക്കെ ഇട്ടിട്ട്. മോനിട്ട് കർട്ടനൊക്കെ അതൊക്കെ അവൻ തന്നെ, മോനാണതെല്ലാം ചെയ്തത്. റൂമിൽ 3 റൂമിലും തുണിയിട്ട്. ഈ റൂമിൽ നോക്കാത്തതിന് നല്ല, ഇതിൻ്റെ അകത്ത് തുണികളെല്ലാം റൂം വെറുതെ കിടക്കുകയാണ്. മുകളിൽ 2 ബെഡ്റൂം, ഒരു ഹാള്, ഒരു സിറ്റ് ഔട്ട്, പിന്നെ ഒരു ബാത്റൂം. ഈ റൂമിൽ മൊത്തം തുണി വാരിക്കൊണ്ടുവന്നിടും. അങ്ങനെ തുണിയെല്ലാം അതിൻ്റെ അകത്ത് കൊണ്ടിട്ട് വിരിച്ചിടും. ഇത് മോൻ്റെ റൂം. ഇവിടെ നിന്ന് അങ്ങോട്ട് കയറപ്പോൾ ഒരു ഇടഞ്ചാല ഇങ്ങനെ ക്രോസ് ചെയ്ത് കയറി. അവൻ്റെ മുറി നല്ല സ്പേസ്, നല്ല ഇതാണ്. അവൻ്റെ മുറി കാണാൻ നല്ല ഭംഗിയാണ്. ഞാനാണ് അങ്ങനെ മേശിരിയെടുത്ത് പറഞ്ഞ് അങ്ങനെ ചെയ്യിപ്പിച്ചത്. നഗരത്തിലുള്ള മേശിരിയൊക്കെ നമ്മൾ അളങ്കൽ കൊടുക്കുകയല്ലേ ചെയ്തത്. നമ്മൾ ഈ 2018 19 വീട്ടിൻ്റെ പണി തുടങ്ങിയത്. 21 21 താമസമായിരുന്നു. 5 വർഷമാവും. 20 നമ്മളിവിടെ നിന്ന് വീട്, ഒരു ചെറിയ ഷെഡായിരുന്നു ഇവിടെ, ഒരു ഷീറ്റിട്ടൊരു ഷെഡായിരുന്നു. അത് മഴ പെയ്താൽ വെള്ളമെല്ലാം വെളിയിൽ പോകില്ല, വീട്ടിൻ്റെ അകത്ത് തന്നെ വീട് വരുന്നത്. ഇതവൻ്റെ ബാത്റൂമ്, മോൻ്റെ റൂമിലെ ബാത്റൂമ്. പാമ്പും കയറി നമ്മൾ കിടന്ന വീട് മൊത്തം പാമ്പ് കയറി വരുന്നു. ഒരു ദിവസം നോക്കിയപ്പോൾ മഴവെള്ളം മൊത്തം മോൻ്റെ ദേഹത്ത് വീഴുന്നു. ഒരു കൊച്ചൊരു ഹാളും ഒരു അടുക്കളയും ഒരു റൂമും മാത്രമേ ഉള്ളായിരുന്നു. ഞാൻ ഉണർന്ന് നോക്കിയപ്പം ഷീറ്റിൻ്റെ മണ്ടയിൽ പാമ്പ് ചുറ്റിയിരിക്കുന്നു. ഒരു 3 മണിയൊക്കെ ആകും. അങ്ങനെയൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടൊക്കെയാണ് ഇവിടം വരെ എത്തിയത്. ഇത് സിറ്റ് ഔട്ട്, മുകളിലത്തെ സിറ്റ് ഔട്ട്. ഇവിടെയൊക്കെ ഞാൻ പെരുന്നാളിന് കയറി തുടച്ചതേ ഉള്ളായിരുന്നു. പിന്നെ ഇപ്പോൾ മോള് വന്നാണ് അവൾ തൂത്ത് തുടക്കുകയൊക്കെ ചെയ്തത്. ഇത് മുകളിൽ നോക്കപ്പോൾ എല്ലാ സ്ഥലവും കാണാൻ പറ്റും. ഇവിടെ ഭിത്തിക്ക് മോളിന് താഴെ വരെ 2 സൈഡിലും വാൽട്ടയിൽ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. മുകളിലൊന്നും ഞാൻ കയറിയില്ല. ഏറ്റവും ടോപ്പിൽ കയറിയില്ല, വയ്യാത്തത് കൊണ്ട് കയറിയില്ല. എല്ലാം പെയിൻ്റെല്ലാം പോയി, മഴയൊക്കെ പെയ്ത് എല്ലാ പെയിൻറ്റും പോയി. 4-5 വർഷമായില്ലേ. ഇതിൻ്റെ തെങ്ങ് എഴുതി വെച്ച് 1 വർഷത്തിൽ കായ്ക്കുമെന്ന് പറഞ്ഞാൽ ഇതുവരെയും പറയുന്നത്. തെങ്ങ് കായ്ച്ചൊന്നുമില്ല. ഈ സിറ്റ് ഔട്ടിലെ മുകളിലത്തെ സിറ്റ് ഔട്ടിൽ താഴെ ഇട്ടേക്കുന്ന ടൈലാണ് മുകളിലത്തെ സിറ്റ് ഔട്ടിലും ഹാളിലും പറഞ്ഞിരുന്നത്. മേശയിലെടുത്ത് തെറ്റിപ്പോയി, മാറിയാണ് കൊണ്ടുവന്നത്. പിന്നെ അത് തന്നെ അവിടെ അങ്ങിട്ട്. സിറ്റ് ഔട്ടിൽ നമ്മളെ പുറത്തെ സിറ്റ് ഔട്ട്, വെളിയിലത്തെ താഴത്തെ സിറ്റ് ഔട്ടിലുള്ളതായിരുന്നു മുകളിലത്തെ സിറ്റ് ഔട്ടിൽ ഇടാൻ പറഞ്ഞത്. അപ്പം അങ്ങേര് മാറി കൊണ്ടുവന്ന് അതും അവിടെ എടുത്തിട്ട് കളഞ്ഞ്. ഞാനിവിടെ നിന്ന് പോകുന്നത്, നമ്മൾ വാടകയ്ക്ക് വീട്ടിൻ്റെ പണി കിടന്നപ്പോൾ പുള്ളിപ്പച്ചയിൽ വാടകയ്ക്ക് താമസിച്ചായിരുന്നു. ഒരു വർഷവും 4 മാസവും വാടകയ്ക്കായിരുന്നു. ഞാൻ ഇറങ്ങി വന്നപ്പോൾ ഈ രംഗമായി കിടത്താം. ഇപ്പം നൂന്നിട്ടുണ്ട്, കമന്ന് കിടന്നു. ഇപ്പോഴത്തെ നൂന്ന് കിടന്നിട്ടുണ്ട്. അവ ഇത് വല്ലതും അറിയുന്ന? ഒന്നും അറിയുന്നില്ല.
ഇനി എൻ്റെ റൂം കാണാം. ഇതാണ് എൻ്റെ റൂം, മാസ്റ്റർ ബെഡ്റൂം. എൻ്റെ കിച്ചൺ എങ്ങനെയുണ്ടെന്ന് നോക്കണേ. പിന്നെ ഒരബദ്ധം പറ്റിപ്പോയി. എൻ്റെ കബോർഡിൻ്റെ ഗ്ലാസ് ഒരെണ്ണം ഇടയ്ക്കൊരു ദിവസം വെളുപ്പാങ്കാലം സൗണ്ട് കേട്ട് ചെന്ന് നോക്കിയപ്പം അത് പാടെ ഇളവിങ്ങി വീണ്. ഒരൊറ്റ പാടെ ഇളകണ്ട അവിടെ ഇളവിങ്ങി വീണ്. അത് ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, കൊണ്ടിട്ടേരാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എൻ്റെ ഫ്രിഡ്ജ് തുറന്ന് നോക്കാത്തതാണ് നല്ലത്. അതിൽ വേണ്ട സാധനങ്ങളെല്ലാം ഇരിപ്പുണ്ട്. ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്നപ്പോൾ ഉള്ള സാധനങ്ങൾ മാവിരുന്നതെല്ലാം പൂത്ത് പലതും കറണ്ടില്ലാതെ കൂടിയിട്ടിരുന്നു. എല്ലാം പാഴിപ്പോയി, എല്ലാം വാരി കളഞ്ഞു. അത് എല്ലാത്ത സാധനങ്ങളെല്ലാം അതിൽ കുത്തിയിറക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ കബോർഡൊന്ന് പാടെ ഇളകിപ്പോയത് ഭയങ്കര ഒരു വിഷമമായിട്ടിരിക്കുന്നു. അതിന് ഇതാക്കി ഇടണം. ഇത് എൻ്റെ ചെറിയ അടുക്കള. ഇത് ചിമ്മിനി വയ്ക്കാനായിട്ട് എല്ലാം റെഡി ആക്കിയതായിരുന്നു, അടുപ്പ് വയ്ക്കാൻ വേണ്ടിയല്ല. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് വെളിയിലൊരു അടുക്കള വെച്ച് തന്നാൽ മതി എന്ന് പറഞ്ഞു, അടുപ്പ് വെച്ച് തന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ വെളിയിൽ ബാത്റൂമും കുളിമുറിയും ഇത് എൻ്റെ ഷെഡ്, എൻ്റെ വിറക് വെച്ചേക്കുന്നതിൻ്റെ കോഴി ഷെഡ് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അങ്ങ് ഇറങ്ങുന്നില്ല ഞാൻ, അതൊക്കെ പിന്നെ ഒരു ദിവസത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാം. ഇത് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ എല്ലാം ചെയ്യണം. നാളത്തെ വീഡിയോ കാണുമ്പോഴേക്കും അസ്സലാമു അലൈക്കും.